ഹലോ ഗൈസ്, വെൽക്കം ടു ഗെയിം ടൈം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് പുതിയ ഗെയിമാണ്. ഇതിൻ്റെ പേര് ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ് 3. കമൻറ്റ് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുള്ളത് ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പും പിന്നെ ഗ്രാനിയും കളിക്കാം. കുറച്ച് നമ്മൾ ഗ്രാനിയും ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പും കളിക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പാണ് കളിക്കുന്നത്. അപ്പോൾ ഗൈസ്, ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ് 3 കളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, നമ്മൾ ലെറ്റ് സ്റ്റാർട്ട് ദ ഗെയിം. ഇപ്പോൾ ഗൈസ്, നമുക്ക് ഇതിനകത്ത് കണ്ട പ്ലേസ് ഒക്കെയാണ്. പ്ലേസ് എടുത്തിട്ട് നമ്മുടെ ഒരു ഇത് നോക്കാൻ ഇതെടുത്താലോ ഗൈസ്, അല്ലെങ്കിൽ ഏതെടുക്കും ഗൈസ്? ഇത് കണ്ട ഗൈസ്, നമ്മുടെ ടോണി സ്റ്റാർക്ക് അയൺമാൻ്റെ ഒരു ഇതുപോലെ ഉണ്ട്. ഗൈസ്, ഇതെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇനി ഡ്രൈവറിൻ്റെ പേരെന്ത് കൊടുക്കും? വാസു എന്ന് കൊടുത്താലോ ഗൈസ്, അല്ലെങ്കിൽ കുട്ടപ്പനെന്ന് കൊടുത്താലോ ഗൈസ്? അല്ല, ഒരു മോഡേൺ ആക്കാം ഗൈസ്, കുട്ടു എന്ന് കൊടുക്കാം ഗൈസ്. മോഡേൺ അല്ല അത്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ കമ്പനിയുടെ സിമ്പിൾ നോക്കാൻ പോവാണ്. ഒരു അഷ്വർഡ് ആയിട്ടുള്ള സിമ്പിൾ, നമ്മുടെ കമ്പനി ഒരു കുഴപ്പം വരാൻ നോക്കണം. ഇതെടുത്താലോ ഗൈസ്? ഈ പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലത്തെ ഇത് കണ്ട? ഇത് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മളത് എടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ പേര് A40 ട്രക്കേഴ്സ് എന്ന് കൊടുത്താലോ ഗൈസ്? A40 ട്രക്കേഴ്സ് എന്ന് കൊടുത്താലോ? TRCKERS അല്ല, ട്രക്കേഴ്സ്. ഓക്കെ ഗൈസ്, ഇത് മതി. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ഥലം ഫസ്റ്റ് കണ്ട സ്ഥലം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഗൈസ്, ക്രിയേറ്റ് പ്രൊഫൈൽ. ഓക്കെ ഗൈസ്. എന്താണ്? ഓക്കെ, കസ്റ്റമൈസ്. ഗൈസ്, നമ്മുടെ $10,000 സംഭവമുണ്ട്. പൈസ മണി 10,000 രൂപയുണ്ട് ഗൈസ്. നമ്മുടെ മറ്റേ ട്രക്കിൻ്റെ പേരാണ് മൂണെന്ന് പറഞ്ഞ കമ്പനിയുടെ എന്നും കാണാൻ പറഞ്ഞൊരു ഇതാണ് ട്രക്ക്. നോ ഗൈസ്, നമുക്ക് ട്രക്കൊന്നും ചെയ്യണ്ട. എന്താണ് പുറത്തോട്ട് പോകുന്നതിൻ്റെ ക്ലോസ് ചെയ്യുന്നത്? ഗൈസ്, ഒരു വട്ടോ 2 വട്ടോ വല്ല ബാക്ക് അടിച്ചാൽ മതി ഗൈസ്. വന്നോളൂ. ഇനി എന്താണ് ഗൈസ്? ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത്. ലോഡിങ് മാപ്പാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ആരെങ്കിലും ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ഒരു 100 ലൈക്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഗെയിം ഗൈസ്. ഗൈസ്, വെൽക്കം ടു ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ്. വിൽ ട്രൈ ദ ഒപ്റ്റിമസ് ഗ്രാഫിക്സ് സെറ്റിങ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ട്രക്ക്. ഗൈസ്, ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം കൊള്ളാം ഗൈസ്. കൊള്ളാം. ഇതിൻ്റെ ഗ്രാഫിക്സ് കൂട്ടാൻ പറ്റുമോ ഗൈസ്? കുറേ പേര് പറഞ്ഞായിരുന്നു നല്ല ഗ്രാഫിക്സ് ആണ്, പക്ഷെ ഇത് കണ്ടിട്ട് ഇത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. ഒരാളെന്തോ ഗൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് സെറ്റിങ്സ് എടുത്ത് നോക്കാം ഗൈസ്. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ നോക്കാം ഗൈസ്, സെറ്റിങ്സ് എങ്ങനെയാണെന്ന്. മറ്റേ പോസ് പോലത്തെ ഒരു ബട്ടൺ ഇല്ലേ ഗൈസ്, നമ്മുടെ ഒരു 3 ഡോട്ട് പോലത്തെ ഒരു ഓപ്ഷൻ്റെ അപ്പുറത്തെ ഓപ്ഷൻ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുത്തപ്പോൾ ഇങ്ങനെ വന്നു ഗൈസ്. ഗൈസ്, ഗ്രാഫിക്സ് കസ്റ്റമാണ്. ഗൈസ്, നമുക്ക് ഒരു അൾട്രാ വെക്കണം. ഭയങ്കര ഒരു അൾട്രാ വേണ്ട ഗൈസ്, ഹൈ മതി ഗൈസ്, ഹൈ മതി. അൾട്രാ ഒരു ഭയങ്കര കളർ കൊടുക്കും. ഹൈ വെക്കാം ഗൈസ്. അൾട്രാ വേണോ? വേണ്ട ഗൈസ്, ഹൈ മതി. ഗ്രാഫിക്സ് ഹൈ ഗ്രാഫിക്സ് വെക്കാം ഗൈസ്. പിന്നെ ഗൈസ്, നമ്മുടെ ഇതിനകത്ത്
എന്തെങ്കിലും പ്രത്യേകിച്ച് മിഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ ട്രക്കൊക്കെ കൊള്ളാം ഗൈസ്. ഇപ്പൊ ഗ്രാഫിക്സ് കൂടിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ? ആക്സിഡന്റിന്റെ ബ്രേക്കിന്റെ മേളിൽ ഇൻക്രീസ് ഡിക്രീസ് ബട്ടൺ നടക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ തുടങ്ങില്ല ഗൈസ്. ഇനി എങ്ങനെ സ്പീഡ് വല്ലതും കുറഞ്ഞു. ഓ ഗൈസ്, ആ ബട്ടൺ കണ്ട ഒരു ഇത് ഈ വണ്ടിയുടെ ഏറ്റവും സൈഡിലായിട്ട് അത് നമ്മളെ വണ്ടി അതിൽ കുഴി മറിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാലോ നമുക്ക് വണ്ടി ഒന്നും കൂടി എടുക്കാം. ഒന്നും കൂടി പൈസ കൊടുത്ത് ആടെല്ലാം കണ്ടോ നമുക്കൊന്നും കൂടി ട്രക്ക് എടുക്കാം. മറിഞ്ഞു പോയാൽ അതേ നിൽക്കുകയാണ്. ഇതിനെ റീസ്പോൺ പോലെ ഇങ്ങനെ വന്നോളൂ. പിന്നെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ, ആ താക്കോല് ഒന്നും കൂടി ഞെക്കി ഓഫാകും. പിന്നെ ഹസാർഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ, മറ്റേ ഇൻഡിക്കേറ്റർ സംഭവമില്ല, അത് 2 വട്ടം ഇങ്ങനെ, അതെന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ പവർ മോഡോ അതൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഡിറ്റച്ച് ട്രെയിലർ എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ ട്രെയിലർ കളയാൻ വല്ലതും ആണ് ഈ വണ്ടിയുടെ എന്ന് എനിക്കറിയത്തില്ല. ആണെന്നാണ് എൻ്റെ ഒരിത് ഊഹം. പിന്നെ എന്തോ ഒരു ലൈറ്റ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് അങ്ങനെ എന്തോ പറഞ്ഞൊരു ലൈറ്റ് ഉണ്ട് ഗൈസ്. പിന്നെ വാക്ക്, അതിപ്പോൾ നമ്മൾ വാക്ക് ചെയ്ത് ഫോട്ടോ മോഡും ഉണ്ട്. പിന്നെ ഇത് വിൻഡോ ഓപ്പൺ ആൻഡ് ക്ലോസ് ബട്ടൺ, പ്ലേ മ്യൂസിക്, ഇത്രയേ ഉള്ളൂ ഗൈസ്. ഫോട്ടോ ഒരെണ്ണെടുത്താലോ ഗൈസ്. അടിയിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ. വൈപ്പറിൻ്റെ ഓപ്ഷൻ എനിക്ക് മനസ്സിലായി ഗൈസ്. മറ്റേ റാഗണൊക്കെ ഇരുന്ന സംഭവത്തിൻ്റെ ഒക്കെ ഒരു വര, അത് വൈപ്പറിൻ്റെ ഓപ്ഷൻ എനിക്ക് മനസ്സിലായി. ഇത് ചില്ല് കണ്ട ഗൈസ്, വെക്കാനും ഇതാക്കാനും പറ്റുന്ന ഓപ്പൺ വിൻഡോസ് കണ്ട, ക്ലോസ് വിൻഡോസ്. ഗൈസ് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മ്യൂസിക് ഒന്നും ഇപ്പോൾ വെക്കുന്നില്ല തൽക്കാലം. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി അങ്ങ് ഓടിക്കാൻ തുടങ്ങിയാലോ ഗൈസ്. അങ്ങനെ തന്നെ അത് തന്നെ ഗൈസ്, ഓടിക്കാൻ നമ്മൾ തുടങ്ങുകയാണ് വണ്ടി. ഗൈസ് നമുക്ക് വണ്ടി അങ്ങ് ഓടിക്കാം. പിന്നെ ഗൈസ് താഴത്തെ ഓപ്ഷൻ കണ്ട ഗൈസ്, അത് പാർക്കിംഗ് ബ്രേക്ക്. ഇതിങ്ങനെ മതി ഗൈസ്, അങ്ങനെ മതി. ഇത് മതി. ഇതാണ് കുറച്ചും കൂടി ഒരു ഇത് സ്പീഡൊക്കെ കാണാൻ പറ്റും. പെട്രോൾ കണ്ട ഗൈസ്, പെട്രോൾ ഡീസൽ എന്തോ, പെട്രോൾ ഡീസൽ കണ്ടോ ഗൈസ്. വണ്ടിക്ക് എണ്ണ അടിക്കുന്ന മറ്റേ ഇത്, അത് ഫുൾ ടാങ്കാണ് ഗൈസ് വണ്ടി. ഗൈസ് വൈപ്പറൊക്കെ ഇടാൻ പറ്റും. വൈപ്പർ വീണ ഇനി സ്ക്രാച്ച് വല്ലതും ആകുമോ ഗൈസ്? അത്ര ഒറിജിനാലിറ്റി ആണെന്നൊക്കെയാണ് പറഞ്ഞത്. കണ്ടോ ഗൈസ്, വൈപ്പർ 2 വട്ടം ഇങ്ങനെ തുടർച്ചയായിട്ട് 1 വട്ടം പിന്നെ 3 വട്ടമൊക്കെ പറ്റും. കണ്ടോ ഗൈസ്, ഇത് ഭയങ്കര സ്പീഡാണ്. കണ്ട ഒന്നും കൂടിയൊക്കെ ഓഫ്. പിന്നെ ഉള്ളത് ലൈറ്റിൻ്റെ ബട്ടൺ ഉണ്ട്. അങ്ങനെ കുറേ ലൈറ്റിൻ്റെ. പിന്നെ പാർക്കിംഗ് ബ്രേക്ക്, അതിട്ട് നമ്മുടെ വണ്ടി പുറകോട്ടും പോകത്തില്ല പിന്നോട്ടും പോകത്തില്ല. ഏത് മലയിറക്കത്തിലോട്ടിട്ടാലും മലയുടെ മണ്ടക്കിട്ടാലും പുറകോട്ട് പോകത്തില്ല. അത് നമ്മുടെ വണ്ടി ചുമ്മാ കിടക്കുമ്പോൾ ഇങ്ങനെ പുറകോട്ടൊക്കെ പോകത്തില്ല ഗൈസ്. അത് തന്നെ ഗൈസ്, നമ്മുടെ വണ്ടി ചുമ്മാ പുറകോട്ട് പോകത്തില്ല. പിന്നെ ഉള്ളത് ഗൈസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കാൻ തുടങ്ങുന്നു.
ഗൈസ് നമ്മുടെ വണ്ടി നമ്മുടെ THA വരെ ഉണ്ട്. ഒരു 6 കൂടി ഇട്ടാൽ എന്തായിരുന്നു ഗൈസ്. പിന്നെ ട്രക്ക് സ്റ്റെബിലിറ്റി, ട്രെയിലർ സ്റ്റെബിലിറ്റി, കൺട്രോളർ സെൻസിറ്റിവിറ്റി, കൺട്രോളർ കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയുണ്ട്. പ്രോഗ്രസീവ് ബട്ടൺസ്, നോർമൽ ബട്ടൺസ്, ബ്രേക്ക് ബട്ടൺസ്. ഇത് മതി തൽക്കാലം. സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ ഈ സൈഡിൽ തന്നെ ഇരുന്നാൽ മതി. ഗിയർ മോഡ് ഓട്ടോമാറ്റിക് മതി. മറ്റേ മോഡ് ഇത് മതി ഗൈസ്. സ്റ്റിയർ റൊട്ടേഷൻ വേണം. ഇത് മതി ഗൈസ്. അല്ലെങ്കിൽ മറ്റേ വണ്ടിയുടെ ഒക്കെ പോലെ ചില വണ്ടിയില്ലേ F1 കാർക്ക് പോലെ ബൈക്കിൻ്റെ ഹാൻഡ്സ് നമുക്ക് ഫുള്ള് തിരിക്കാൻ പറ്റത്തില്ല. അത് വേണം. നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കണം. അപ്പോൾ സ്റ്റിയറിങ് ഡ്രെന്നും 10 സ്പീഡിൽ തിരിച്ചു വരും കറക്കി വേണ്ടി. ഇതെന്താണ് ചെക്ക് പോസ്റ്റ്? എന്താണ് ഗൈസ്? എന്താണ് നമ്മൾ ഇടിച്ച് പൊളിക്കണം? മാറി പോ. ഗൈസ് ഇപ്പുറത്തെ എന്തോ സിമ്പൽ കാണിക്കുന്നുണ്ട്. മാപ്പ് കണ്ട ഗൈസ് വണ്ടിയിൽ. നമ്മൾ മറ്റേ ഈ ക്യാമറ ഈ മോഡിലിട്ട് ഓടിച്ചാണ് ഗൈസ് നല്ലത്. മറ്റേതൊരു യാത്ര ചെയ്യുന്നത്. ഗൈസ് ട്രക്ക് വാഷ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇപ്പോൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. ട്രക്ക് ഇപ്പോൾ ഗ്യാരേജിൽ നിന്ന് ഇറക്കിയുള്ളൂ. നമ്മളെ പുതിയ ട്രക്കാണ്. സ്റ്റോപ്പ് റിപ്പയർ ഒന്നും വേണ്ട ഗൈസ്. ഒരു കുഴപ്പമില്ല. ഒരു ഇടി പോലും ഇടിച്ചിട്ടില്ല ട്രക്കിന്. പിന്നെ റിപ്പയർ ഒന്നും വേണ്ട ഗൈസ്. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് പോകാം. മതി. ഇടിക്കില്ലേ ഗൈസ്. ബ്രേക്കാന്ന് പറഞ്ഞ ആക്സിലറേറ്ററൊക്കെ അത് ചവിട്ടി ഗൈസ്. ക്ലച്ച് പക്ഷേ നമുക്ക് ജോബുണ്ട് ഗൈസ്. ജോലിയില്ല ഗൈസ്. അത് ഞാൻ അറിയാതെ സെറ്റിങ്സിലാതെ മെനു അടിച്ചു ഗൈസ്. അപ്പോഴത്തേക്കും നമ്മുടെ ജോബെന്നും പറഞ്ഞിട്ട് ഡു യു വാണ്ട് എ ജോബ്. നമുക്ക് ജോബ് എടുക്കാം ഗൈസ്. ജോബ് നമ്മൾ ഈ സെറ്റിങ്സ് ഒക്കെ എടുക്കുന്ന അവിടെ തന്നെ. ഈ സ്റ്റോറിന് എടുത്ത് അവിടെ ഗെറ്റ് ജോബ് എനിക്കിട്ട് ഗെറ്റ് ജോബ് കണ്ട ഗൈസ്. നിനക്കുമ്പോൾ ഈ യെസ് കൊടുക്കണം. ഈ ബ്ലാക്ക് കളർ യെസ്. ഗ്രീൻ നമ്മൾ വീഡിയോ അടക്കം കാണും. നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. നെറ്റിൽ കളിക്കണമെങ്കിൽ ഇതിന് നമ്മൾ നോ കൊടുക്കണം ഗൈസ്. അബണ്ടന്റ് ജോബ്. ഡു യു വാണ്ട് ദിസ് ജോബ് എന്നാ. ഡു യു വാണ്ട് ടു ക്യാൻസൽ ജോബ് എന്നാ. അതിന് യെസ് കൊടുക്കണം, നോ കൊടുക്കണം. പിന്നെ ട്രെയിലർ ഡീലറിനെ എടുക്കണം ഗൈസ്. കണ്ട മേളിൽ ചെറുതായിട്ട് ട്രെയിലർ ഡീലർ എന്ന് പറഞ്ഞൊരു റെഡ് ഓപ്ഷൻ തിളങ്ങുന്നുണ്ട് സൈഡിൽ. എന്നിട്ട് ഇത് കണ്ട ഗൈസ്. കർട്ടൻ സൈഡ് 4000 രൂപ വേണോ ഗൈസ്? വേണ്ട. നമുക്ക് വേറെ ഇതിനൊക്കെ ലെവലൊക്കെ ആവണം ഗൈസ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം ഗൈസ്. ഏതെങ്കിലും ഒരെണ്ണം മേടിക്കണം. ഇത് മേടിച്ചാലോ ഗൈസ്? ഇതങ്ങ് മേടിച്ച് വെക്കാം. 4000 രൂപയെങ്കിൽ 4000 രൂപ. ഫ്രാങ്ക്ഫർട്ട് നമുക്ക് സ്ഥലം മാറ്റണോ? വേണ്ട. ഫ്രാങ്ക്ഫർട്ടിൽ തന്നെ സ്ലോട്ട് 1 എടുക്കാം. ഈ സാധനം തന്നെ വരുമോ ഗൈസ്? എനിക്കറിയത്തില്ല. വല്ല മാറ്റമോ വരുമോ വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇത് കണക്ക് തന്നെ വരുമോ? അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി എന്നൊക്കെ സംഭവം ഗൈസ്. മേടിക്കും. കണ്ട AC-യുടെ മറ്റേ ഇതൊക്കെ ഇരിപ്പുണ്ടോ? എവിടെ ഇവിടെ വിളിച്ചു. എവിടെ ഗൈസ്? അതാണോ പുറകെ കിടക്കുന്നത്? അതാണെന്ന് തോന്നുന്നു ഗൈസ്. കുറേ സാധനം
പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ് കണ്ട ഈ റെഡ് സാധനം അതാണോ എന്നൊരു എനിക്ക് ഡൗട്ട്. അല്ല കാറ് ശ്രദ്ധിച്ചു. ആ എവിടെയാണ് ഓ അതെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. നേരെ പോകുമ്പോ ഇവിടെ കിടപ്പുള്ളത് കാണാൻ പറ്റുന്നില്ല. രജിസ്ട്രേഷൻ ഇവിടെ എങ്ങാണ്ട് നേരെ പോകുമ്പോ ഓ ദേ അവിടെ അപ്പുറത്ത് നമ്മള് അപ്പുറത്തെ വഴി കൂടെ പോകണം. ഞാൻ വിചാരിച്ചു ഇവർ പറയുന്ന വഴി കൂടെ. അത് ശരിയാണ് ഇവർ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടെ പോകാം. ചെറുതൊക്കെ വളർത്തുന്ന കൈയിടൊക്കെ രീതിയുണ്ട്. വളക്കി വണ്ടി ഒന്നും പിടിച്ചാൽ നമ്മുടെ വണ്ടി പൾസറൊക്കെ ഇളകി വരും. വണ്ടിയുടെ അത്രയ്ക്കൊന്നും ഇല്ല. വണ്ടി സ്ട്രോങ് അങ്ങനെ ഇളകി വരത്തില്ല. പക്ഷെ ഇവിടെ വേറെ വല്ല വഴിയുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. ഇല്ലാതില്ല. ഈ മൂലക്കൂടെ വല്ല അങ്ങനെ പോയാൽ അവിടെ ഇല്ല നോക്കണ്ട. അപ്പുറത്തെ വഴി കൂടെ കാണിക്കുന്നു. അപ്പോൾ വണ്ടി അങ്ങോട്ട് വളയ്ക്കാൻ പോവാണ്. വളച്ചു റൈറ്റിലേക്ക് വളച്ചിട്ടുണ്ടാവും. സ്റ്റിയറിങ് തന്നെ തിരിഞ്ഞു വരും. ചൂടി പോയിട്ട് നിർത്താം. പിന്നെ സെൻസിറ്റിവിറ്റി കൺട്രോൾ ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. അൾട്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗെയിംസിലൊക്കെ ഇങ്ങനെ ഹൈ തന്നെ കുറച്ചും കൂടി ഭയങ്കര ബ്രൈറ്റ്നെസ് അത് വെക്കണ്ടേ. അതിനെക്കാട്ടും നല്ലത് ഹൈ തന്നെയാണ്. അതിലേക്ക് പുല്ല് കൂടുന്നു. അൾട്രയിൽ വെച്ച് ചെടിയൊക്കെ കൂടും. ചെടിയും മരവും പുല്ലും പാടവും ഒക്കെ കൂടും. എന്നിട്ടുണ്ടെങ്കിൽ വെക്കുന്നെങ്കിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അത് നമ്മൾ എഴുതി വെക്കണം. പക്ഷെ നമുക്ക് അങ്ങോട്ടല്ല പോകണം, ഇങ്ങോട്ടാണ് ഇഷ്ടം. ഇരിക്കല്ലേ. അയ്യോ ഇടിച്ചത് എന്നോടാണ് പോകേണ്ടത്. ഇങ്ങോട്ടല്ലേ. പക്കാ പെർഫെക്റ്റ്. ചെല്ലി എവിടെ നമ്മുടെ കണ്ടെയ്നർ ഇടിക്കില്ല. ഇടിച്ചില്ല. ഇങ്ങനെ വെച്ച് നമുക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ വല്ല ആംഗിളും ഉണ്ടായില്ലല്ലോ. റിവേഴ്സ് വേണം. ചെളിക്കകത്ത് വേറെ കയറി വണ്ടി പോയി. ചെളിയല്ല, അയ്യോ പൊട്ടിയതാണ്. ഇതല്ല, അത് വേസ്റ്റ് കിടക്കാം. ഇങ്ങോട്ടല്ലേ
അയ്യോ ഇതെന്താണ് സൈഡിൽ പൊങ്ങി വന്നത്? ഓ ഗൈസ് ഇതാണ് മറ്റേ നമ്മുടെ വണ്ടിയുടെ ഇത് അല്ല ഇതാണ് മറ്റേ കണ്ടെയ്നറിൻ്റെ ഇത്. യെസ് ഗൈസ് ഓ ഗൈസ് ആ ചെറിയ സാധനം ഉണ്ട് നമ്മുടെ ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു. ആ ഓക്കെ ഗൈസ് പെർഫെക്റ്റ് ഇല്ല മതി എന്നാണ് എനിക്ക് തോന്നുന്നു. ട്രൈ ചെയ്യാം. കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ മേലിൽ പോയി മറ്റേ 250 രൂപ എടുത്ത് റീഫണ്ട് ചെയ്താൽ ട്രെയിലറൊക്കെ നമുക്ക് കിട്ടും. അത് പക്ഷേ ഒരു സുഖമില്ല. ഇങ്ങനെ കയറ്റുന്നു. ഇതാണൊരു ഗെയിമർ സ്പിരിറ്റ്. ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ എന്താണ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണം. അറിയാവുന്ന ഫ്രണ്ട്സിനോ റെയിൽവോ ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ്. ഓക്കെ ഗൈസ് വണ്ടി റെഡി ആയത് ഇത് റെഡിയാവുമെന്നാണ് എൻ്റെ ഇത്. അയ്യോ പോലെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ബൈ.